नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 23. വിപ്രപത്നി അനുഗ്രഹലീല. പേജ് നമ്പർ 233. യാഗകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ബ്രാഹ്മണർ അവരുടെ പത്നിമാർ കൃഷ്ണൻ്റെ സമീപത്തു നിന്നും മടങ്ങിയെത്തിയതോടെ പരമ്പൊരുളായ ഭഗവാന് ഭക്ഷണം നിഷേധിച്ച തങ്ങളുടെ പാപപ്രവൃത്തിയെക്കുറിച്ചോർത്തു പശ്ചാത്തപിക്കാൻ തുടങ്ങി. അവസാനം അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി. ഒരു സാധാരണ മനുഷ്യനെ പോലെ മുമ്പിൽ വന്നു ഭക്ഷണം ചോദിച്ച പരമ്പൊരുളായ ഭഗവാനെ വൈദികാനുഷ്ഠാനങ്ങളിൽ നിരതരായിരിക്കുന്ന വേളയിൽ തന്നെ അവർ അവഗണിച്ചു കളഞ്ഞു. പത്നിമാരുടെ ഭക്തിയും വിശ്വാസവും കണ്ടപ്പോൾ അവർ സ്വയം ശപിക്കാൻ തുടങ്ങി. ശുദ്ധമായ ഭക്തിയുത സേവനത്തിൻ്റെ വിധാനത്തിലേക്ക് പത്നിമാർ ഉയർത്തപ്പെട്ടപ്പോൾ പരമാത്മാവിനെ സ്നേഹിക്കേണ്ടതും അദ്ദേഹത്തിനു അതീന്ദ്രിയ സേവനം ചെയ്യേണ്ടതും എങ്ങനെയെന്നു അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയാതെ പോയതോർത്ത് അവർ പശ്ചാത്തപിച്ചു. അവർ പരസ്പരം പറഞ്ഞു തുടങ്ങി, പോയി തുലയട്ടെ ഈ ബ്രാഹ്മണ ജന്മം. നമ്മുടെ വേദപഠനവും യാഗകർമ്മവും നിയാമക തത്വപാലനവും എല്ലാം നശിച്ചു പോട്ടെ. നമ്മുടെ കുടുംബവും തുലയട്ടെ. വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നു വരവണ്ണം വ്യതിചലിക്കാതെയുള്ള ഒരു വ്രതാനുഷ്ഠാനം എല്ലാം പോട്ടെ. ഇതൊക്കെ ആർക്കു വേണം? മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ഇന്ദ്രിയങ്ങളുടെയോ ഊഹത്തിനപ്പുറം നിൽക്കുന്ന പരമ്പൊരുളായ ഭഗവാന്റെ അതീന്ദ്രിയ സേവനം വളർത്തിയെടുക്കാൻ കഴിയാത്ത നമ്മൾ പിന്നെന്തു നേടാനാണ്? വൈദികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ വിദഗ്ധരായ ഈ പണ്ഡിത ബ്രാഹ്മണരുടെ പശ്ചാത്താപം തികച്ചും യുക്തം തന്നെ. കാരണം കൃഷ്ണാവബോധം വളർത്താതെയുള്ള ധർമാനുഷ്ഠാനങ്ങൾ സമയവും ഊർജവും പാഴാക്കാനേ ഉപകരിക്കൂ. അവർ പരസ്പരം ഭാഷണം തുടർന്നു. ഏറ്റവും വലിയ ദിവ്യയോഗിയെപ്പോലും പരാജയപ്പെടുത്താൻ പോന്ന മതിഭ്രമം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഭഗവാന്റെ ഈ ബാഹ്യശക്തി. മനുഷ്യ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളുടെ മുഴുവൻ ആചാര്യന്മാരായിട്ടാണ് നമ്മെപ്പോലുള്ള ബ്രാഹ്മണർ കരുതപ്പെടുന്നതെങ്കിലും ഭഗവാന്റെ ബാഹ്യശക്തിക്കു വശംവദരായി നാമും ഭ്രമിച്ചുപോയി. സ്വന്തം ജീവിതം ഭക്തിപൂർവം പരമ്പൊരുളായ കൃഷ്ണന് സമർപ്പിച്ച ഈ സ്ത്രീകൾ എത്ര ഭാഗ്യവതികളാണ്! എത്ര എളുപ്പമാണ് അവർ കഠിനമായ കുടുംബ ബന്ധങ്ങൾ പോലും പൊട്ടിച്ചെറിഞ്ഞത്. ഭൗതിക ക്ലേശങ്ങൾ
തുടർന്ന് അനുഭവിക്കാനുള്ള ഇരുളടഞ്ഞ ഒരു കിണറാണ് കുടുംബജീവിതം. ഹരേ കൃഷ്ണ.